പോയ കാലത്തെ ഓർമ്മപ്പെടുത്തി വടുകുന്ന തടാകക്കരയിലെ പൂരച്ചന്ത. ഓരോ വീടും ഓരോ സ്വപ്നങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ AV അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, കുഞ്ഞിമംഗലം ആൻഡ് കണ്ടോത്തൂർ. പൂരോത്സവത്തിന് സമാപനം കുറിച്ച് മാടായി വടുകുന്ന തടാകക്കരയിൽ നടന്ന പൂരച്ചന്ത കാർഷിക കേരളത്തിന്റെ പോയ കാലത്തെ ഓർമ്മപ്പെടുത്തലായി മാറി. കാർഷിക ഉപകരണങ്ങളായ കൈക്കോട്ട്, കൂങ്കോട്ട് തുടങ്ങി നിരവധി തൊഴിലുപകരണങ്ങളും ചന്തയിൽ നിരത്തിയിട്ടുണ്ട്. ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എന്ന് പറയാവുന്ന രീതിയിലാണ് ചന്തയിൽ സാധനങ്ങൾ വിൽപ്പനക്കായി നിരത്തിയിട്ടുള്ളത്. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ മൺകലങ്ങളും മറ്റുമാണ് എത്തിച്ചിട്ടുള്ളത്. മലയാളിയുടെ അടുക്കളയിൽ നിന്നും ഇടയ്ക്ക് അപ്രത്യക്ഷമായ മൺപാത്രങ്ങൾ വീണ്ടും സജീവമായി തീർന്നിരിക്കുകയാണെന്ന് ചന്തയിലെ കാഴ്ചകൾ നമുക്ക് കാട്ടിത്തരുന്നു. മീൻചട്ടി, അപ്പച്ചട്ടി, തൈര്, കലം, കൂജ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത വ്യത്യസ്തതരം മൺപാത്രങ്ങളാണ് പൂരച്ചന്തയിലുള്ളത്. വസ്ത്രങ്ങൾ, പലഹാരങ്ങൾ കൂടാതെ മീൻ വിൽപ്പനയും പൂരച്ചന്തയിലുണ്ട്. വർഷങ്ങളായി പൂരച്ചന്തകളിലെത്തുന്നവർക്കും പറയാനേറെയുണ്ട്. മാധ്യമപ്രവർത്തകനായ സുധീർ വെങ്ങര. മാടായി തിരുമുറകാട്ടുകാവിലെ പൂരോത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് മാടായിപ്പാറയിലെ പ്രകൃതിയുടെ വരദാനമായ വടുകുന്ന തടാകത്തിൽ മാടായിക്കാവിലമ്മയുടെ പൂരംകുളി നടക്കുന്നത്. പൂരംകുളി ദർശിക്കാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് രാവിലെ മുതൽ വടുകുന്ന തടാകക്കരയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഈ കടുത്ത ചൂടിലും മാടായിക്കാവിലമ്മയുടെ അനുഗ്രഹം തേടിയിട്ടാണ് ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നത്. ഉത്തര കേരളത്തിലെ വസന്തോത്സവമായ പൂരോത്സവത്തിന് സമാപനം കുറിക്കുമ്പോൾ വടുകുന്ന തടാകം ഒരുപക്ഷെ പ്രകൃതിയുടെ ഈ കടുത്ത ചൂടിലും സമുദ്രനിരപ്പിൽ നിന്ന് 110 അടി ഉയരത്തിലാണ് വടുകുന്ന തടാകം സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നും മാടായിക്കാവിലമ്മയുടെ ആറാട്ടിനായി പൂരംകുളിക്കായി വടുകുന്ന തടാകം നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പതിനായിരങ്ങൾ ഇന്ന് ഇവിടെ ഒഴുകിയെത്തിയിട്ടുണ്ട്. പൂരച്ചന്ത ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപക്ഷെ പതിറ്റാണ്ടുകളായി ഇവിടെ മാടായിപ്പാറയിലെ പൂരച്ചന്ത ആപാലവൃദ്ധം ജനങ്ങളും ആ പൂരച്ചന്തയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തുന്നുണ്ട്. ഈ പൂരച്ചന്തയിൽ കിട്ടാത്ത സാധനങ്ങളില്ല. എല്ലാ വിഭവങ്ങളും ഇന്ന് ഈ പൂരച്ചന്തയിലുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി പൂരച്ചന്ത ഇവിടെ കാണുന്നതിന് വേണ്ടി, പൂരച്ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ആൾക്കാർ എത്തുന്നുണ്ട്. എന്തായാലും ഈ കനത്ത ചൂടിലും പതിനായിരക്കണക്കിന് ആളുകൾ, ഭക്തജനങ്ങൾ ഇന്ന് വടുകുന്ന തടാകത്തിലെത്തിയത് ഏറെ സന്തോഷകരമാണ്. ചന്തകളും വേഗതയേറി തുടങ്ങി. എങ്കിലും പോയ ആ വസന്തകാലത്തെ ഓർമ്മപ്പെടുത്തൽ പോലെ അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചകളാണ് പൂരച്ചന്തയും നമുക്ക് കാട്ടിത്തരുന്നത്. മാടായിക്കാവ് പൂരംകുളി എന്നത് ചരിത്രപ്രസിദ്ധമായ പൂരംകുളിയാണ്. നമുക്കറിയാം, ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പൂരംകുളി നേരിട്ട് കാണുന്നതിന് വേണ്ടി മാടായിക്കാവിൽ വരാറുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷവും കോവിഡിൻ്റെ കാലത്ത് ഒഴിച്ച് എല്ലാ ഘട്ടങ്ങളിലും പൂരംകുളിയിൽ നേരിട്ട് രാവിലെ തന്നെ എത്തുന്ന ഒരാളാണ്. ഈ വർഷവും മുടങ്ങാതെ ആ നിലയിൽ തന്നെയാണ്. ഏതായാലും ചരിത്രപ്രസിദ്ധമായ മാടായിക്കാവ് പൂരംകുളിയൊക്കെ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ മണ്ഡലത്തിൻ്റെയൊക്കെ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. വലിയ രീതിയിലുള്ള ജനാവലിയാണ് മാടായിക്കാവ് പൂരംകുളിയൊക്കെ വന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിൽ കൂടി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തവണത്തെ പൂരംകുളി വന്നിരിക്കുന്നത്. വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് പൂരംകുളി നടക്കുന്നത്. ഇതെൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭൂതിയാണ്. ഈ ഭഗവതിയെ, മാടായി അമ്മയെ പൂരത്തിന് കുളിപ്പിക്കുമ്പോൾ ആ കുളിപ്പിക്കുന്ന ജലത്തിൽ നിന്ന് വരുന്ന ഒരു വൈദ്യുതി പ്രവാഹം, ഒരു ആവേശമായി എൻ്റെ ശരീരം ആസകലം ഒരു വൈദ്യുത പ്രവാഹമായി മാറുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഇന്നവിടെ വന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി വരുന്ന പരിപാടി കണ്ണൂരുണ്ട്. പക്ഷെ അതിനു പോലും പോകാൻ സാധിക്കാത്ത രീതിയിൽ ഈ പൂരക്കുളിയിൽ ഞാൻ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. ഇനി അച്ചാന്തുരുത്തിയിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് സർവശക്തിയായ മാടായിക്കാവിലമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും 2019 മുതൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി എല്ലാ പൂരക്കുളിക്കും ഞാനിവിടെ ഭഗവതിയോടൊപ്പം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മാടായിപ്പാറയെ സംബന്ധിച്ചിടത്തോളം പൂരം കിളിയുമായി നമുക്ക് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ഭൂമി ഇന്ന് കാണുന്ന നിലയിൽ നമുക്ക് സംരക്ഷിക്കപ്പെട്ടതും ഇന്ന് നമുക്ക് ഇവിടെ പൂരംകുളി നടത്താൻ പറ്റുന്നതും ഈ തടാകം ഇവിടെയുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ തടാകവും ഈ 2 ക്ഷേത്രങ്ങളും സംരക്ഷിക്കപ്പെട്ടത് ഒരുപാട് നമ്മുടെ പൂർവികന്മാരുൾപ്പെടെ നടന്ന ഒന്ന് TNLCക്കും മറ്റൊന്ന് ചൈനാക്കളേക്കെതിരെ സമരം. ആ സമരത്തിൻ്റെ ഭാഗമായാണ് നടന്ന ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ഈ ഭൂമി സംരക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ഭാവിയിലും NDAയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വരികയാണെങ്കിൽ, ഞാൻ ഇവിടുത്തെ ഒരു മെമ്പറായി, ഒരു MLA ആയി വരികയാണെങ്കിൽ
ആദ്യത്തെ പ്രാഥമിക എൻ്റെ പരിഗണന ഈ ഭൂമിയും ഈ ക്ഷേത്രവും അതുപോലെ തന്നെ ഇവിടുത്തെ സംവിധാനങ്ങളും സംരക്ഷിക്കുക എന്ന ബാധ്യതയാണ്. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാടായി വടുകുന്ന തടാകക്കരയിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. ഓരോ വീടും ഓരോ സ്വപ്നങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ AV അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, കുഞ്ഞിമംഗലം ആൻഡ് കണ്ടോത്ത്. www.avinterior.com. For more details, call 9961339846.